ഓം ശാന്തി. 15/2/2025. ബാബ എന്ന് പറഞ്ഞ ഇതാണ്: മധുരമായ കുട്ടികളെ, ബാബ നിങ്ങളെ ദൈവിക ധർമ്മവും ശ്രേഷ്ഠ കർമ്മവും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഏതൊരു ആസുരീയ കർമ്മവും ഉണ്ടാകരുത്. ബുദ്ധി വളരെ ശുദ്ധമായിരിക്കണം. ചോദ്യം: ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന പാപം ഏതാണ്? ഉത്തരം: അഥവാ ദേഹാഭിമാനത്തിലാണെങ്കിൽ ബാബയുടെ ഓർമ്മയ്ക്ക് പകരം ദേഹധാരിയുടെ ഓർമ്മ വരും. ദൃഷ്ടി മോശമായിക്കൊണ്ടിരിക്കും. മോശമായ ചിന്തകൾ വരും. ഇത് വളരെ വലിയ പാപമാണ്. മായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കണം. പെട്ടെന്ന് തന്നെ ജാഗ്രതയുള്ളവരാകണം. ബാബ മനസ്സിലാക്കി തരികയാണ്: ഇതാണ് പതീത ലോകം, പാപാത്മാക്കളുടെ തമോ പ്രധാന ലോകം. ഈ സമയം തമോ പ്രധാനമാണ്. 84ൻ്റെ ചക്രം കറങ്ങി സ്വപ്രധാനത്തിൽ നിന്നും ഇപ്പോൾ തമോ പ്രധാനതയിലേക്ക് വന്നിരിക്കുന്നു. ഇത് പഴയത് അഥവാ കലിയുഗി ലോകമല്ലേ? ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു. മനുഷ്യ സൃഷ്ടിയിൽ നിന്നും എല്ലാ ആത്മാക്കളെയും തിരിച്ചു കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടെന്നാൽ രാവണ രാജ്യത്തിൽ മനുഷ്യരുടെ ദുർഗതി സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ബാബയെ ഓർമ്മിക്കണം. ഇപ്പോൾ ഇത് രാവണ രാജ്യമാണെന്ന് പോലും ഒരു മനുഷ്യനും മനസ്സിലാക്കുന്നില്ല. ദശറ ആഘോഷിക്കുന്നതിൻ്റെ ഒരു സമ്പ്രദായം ഉണ്ടായി, അത്രമാത്രം. ബാബ രാജയോഗം പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്നത് കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ മാത്രമാണ്. ബാബ പറയുന്നു: ഞാൻ പഴയ ലോകത്തെ മാറ്റി പുതിയതുണ്ടാക്കാൻ വന്നിരിക്കുന്നു. മനസ്സിലാക്കിയിട്ടുണ്ട്. മുഖ്യധർമ്മങ്ങൾ 4 ഇപ്പോൾ ദൈവിക ധർമ്മം ഇല്ല. ദൈവിക ധർമ്മവും ദൈവിക കർമ്മവും ഫ്രഷ്ടായിരിക്കുകയാണ്. സത്യയുഗത്തിലാണെങ്കിൽ ഒരു പ്രകാരത്തിലുള്ള അഴുക്കും ഉണ്ടായിരിക്കില്ല. അവിടെ ചഞ്ചലതയുണ്ടാക്കാൻ രാവണൻ തന്നെയില്ല. അവിടെ യോഗി ജീവിതമായിരിക്കും. ഇവിടെയും അവസ്ഥ വളരെ ഉറച്ചതായിരിക്കണം. യോഗബലത്തിലൂടെ ഈ എല്ലാ രോഗങ്ങളും അവസാനിക്കുന്നു. ഇതിൽ വലിയ പരിശ്രമമുണ്ട്. എത്രത്തോളം യോഗത്തിലിരിക്കുന്നു അത്രത്തോളം ആരോഗ്യം വളരെ നല്ലതാകും. പരിശ്രമിക്കണം. വളരെ പേരുടെ പെരുമാറ്റം തന്നെ അജ്ഞാനി മനുഷ്യരുടേതുപോലെയാണ്. അവർക്ക് ആരുടെയും മംഗളം ചെയ്യാൻ സാധിക്കില്ല. ബാബ വന്നിരിക്കുന്നത് തന്നെ മംഗളം ചെയ്യുന്നതിനാണ്. തൻ്റെ മംഗളം ഉണ്ടാക്കണമെങ്കിൽ മറ്റുള്ളവരുടെ മംഗളവും ചെയ്യണം. ബാബ വിളിച്ചിട്ടുമുണ്ട്. അതായത് വന്ന് ഞങ്ങൾ പൈതർക്ക് പാവനമാക്കുന്നതിനുള്ള വഴി പറഞ്ഞു തരൂ. അതുകൊണ്ട് ബാബ ശ്രീമതം നൽകുന്നു: നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് എന്നെ ഓർമ്മിക്കൂ. എത്ര സഹജമായാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ബാബയിലൂടെ കേൾക്കുന്നു. ഒരു മനുഷ്യരിൽ നിന്നുമല്ല. മനുഷ്യരുടേത് ഭക്തി മാർഗമാണ്. ഇതാണ് ആത്മീയ ജ്ഞാനമാർഗം. ജ്ഞാനം കേവലം ഒരു ജ്ഞാനസാഗറിൻ്റെ പക്കൽ മാത്രമാണുള്ളത്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്താണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കണം. ധാരണയ്ക്കുള്ള പോയിന്റ് 1: വികാരത്തിൻ്റെ വായു കലർന്ന ചിരി തമാശകൾ ഒരിക്കലും വരരുത്. സ്വയത്തെ വളരെ ജാഗ്രതയുള്ളവരാക്കണം. വായിലൂടെ കടുത്ത വാക്കുകൾ വരരുത്. രണ്ടാമത്തെ പോയിന്റ്: ആത്മാഭിമാനിയാകുന്നതിനുള്ള വളരെയധികം അഭ്യാസം ചെയ്യണം. എല്ലാവരോടൊപ്പം സ്നേഹത്തോടെ ജീവിക്കണം. കുദൃഷ്ടി വയ്ക്കരുത്. കുദൃഷ്ടി ഉണ്ടാവുകയാണെങ്കിൽ സ്വയം തനിക്ക് തന്നെ ശിക്ഷ നൽകണം. വരദാനം: നിരന്തരം ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസിലൂടെ കുട്ടിക്കാലത്തെ കുസൃതികളെ സമാപ്തമാക്കുന്ന വാനപ്രസ്ഥി ഭവ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സംഗമയുഗത്തിലെ അമൂല്യ സമയത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് കുട്ടിക്കാലത്തെ കുസൃതികളാണ്. ഇപ്പോൾ ആ കുസൃതികൾ ശോഭനീയമല്ല. വാനപ്രസ്ഥത്തിൽ കേവലം ഒരേ ഒരു കാര്യമാണുള്ളത്: ബാബയുടെ ഓർമ്മയും സേവനവും. ഇതുകൂടാതെ മറ്റൊന്നും തന്നെ ഓർമ്മ വരരുത്. എഴുന്നേറ്റാലും ഓർമ്മയും സേവനവും, ഉറങ്ങുമ്പോഴും ഓർമ്മയും സേവനവും നിരന്തരം. ഇതിൻ്റെ സന്തുലനമുണ്ടായിരിക്കണം. ത്രികാലദർശികളായി കുട്ടിക്കാലത്തെ കാര്യങ്ങൾ അഥവാ കുട്ടിക്കാലത്തെ സ്വഭാവ സംസ്കാരങ്ങളുടെ സമാപ്തി സമാരോഹണം ആഘോഷിക്കൂ. അപ്പോൾ പറയും വാനപ്രസ്ഥികൾ. സ്ലോഗൻ: സർവപ്രാപ്തികളാലും സമ്പന്ന ആത്മാക്കളുടെ അടയാളമാണ് സന്തുഷ്ടത. സന്തുഷ്ടമണിയായിരിക്കൂ, സന്തുഷ്ടമാക്കൂ. ഓം ശാന്തി.